friends, welcome to Chef Thadikaran. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഗോബി മഞ്ചൂരിയൻ ആണ്. ഇത് ഹോം സ്റ്റൈൽ ആണ്. അത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ ഒരു പോട്ടില് വെള്ളം തിളയ്ക്കാൻ വെക്കുക. നമ്മൾ ഈ വെള്ളത്തിൽ നമ്മുടെ കോളിഫ്ലവർ അതായത് ഗോബി നമ്മൾ ഇതിനകത്ത് മുക്കി ബ്ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനാണ് ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചേക്കുന്നത്. നമ്മൾ വെച്ചിരുന്ന വെള്ളം ഇപ്പം നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കിലോളം തന്നെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറിയൊരു റോസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ബ്ലാൻഡ് ചെയ്യാനായിട്ട്. ഇത് ഏകദേശം ഒരു 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ തിളയ്ക്കാൻ വെക്കണം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇടാൻ പോവുകയാണ്. ആ കോളിഫ്ലവർ നമ്മൾ ബ്ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം കാണിച്ചായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുക്കിംഗ് തിളച്ച വെള്ളത്തിലാണല്ലോ. അപ്പോൾ കോളിഫ്ലവർ വീണ്ടും ബോയിൽ ചെയ്തുകൊണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഉള്ളിൽ. ആ കുക്കിംഗ് ഒന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം കാണിച്ചത്. ഈ കോളിഫ്ലവറിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്കിനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ നല്ല രീതിക്ക് നല്ല കോട്ടിംഗ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ. നിങ്ങൾക്ക് ഇനി മിക്സ് ചെയ്യുന്ന സമയത്ത് കോളിഫ്ലവറിൽ മോയ്സ്ചർ അതായത് ആ നനവ് പോരെന്ന് പറയണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം. ആവശ്യത്തിന് പൊടിയും വേണമെങ്കിൽ ഇടാം. എനിക്കിപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും എൻ്റെ കോളിഫ്ലവറിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. എനിക്കത് മതിയായിരുന്നു നല്ല രീതിക്ക് ഒന്ന് കോട്ടിംഗ് മിക്സിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇനി ഇത് പോരെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം വല്ല ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വറുക്കാം. അടുത്തതായി കോളിഫ്ലവർ വറുക്കാനായിട്ട് ഒരു പാനിൽ ഡീപ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള അത്രയും ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓയിൽ ചൂടായി കഴിഞ്ഞു. ചൂടായോന്ന് ഞാൻ നോക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം കോളിഫ്ലവർ ഞാൻ ഇട്ട് നോക്കണേ. കോളിഫ്ലവർ സിസിലിംഗ് ആണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊരു കോളിഫ്ലവർ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊരു പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ നീരിട്ടിട്ട് അതിലേക്ക് മാറ്റാം. ആ എണ്ണയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാനായിട്ടാണ്. എനിക്കിത് വറുക്കാനായിട്ട് 2 ബാച്ചോളം ഉണ്ട്. ഇപ്പം ഞാൻ ഇത് മാറ്റിയിട്ട് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാൻ പോകണം. നമ്മൾ അടുത്തായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ വറുത്ത എണ്ണ തന്നെയാണ് കുറച്ച് ഇട്ടേക്കണത്. ഇപ്പം ഇതിന് ഏറ്റവും ബെസ്റ്റ് എള്ളിൻ്റെ എണ്ണയാണ്, സെസമി ഓയിലാണ്. അതില്ലെന്നാണെങ്കിൽ നമുക്ക് റെഗുലർ വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് എൻ്റെ കോളിഫ്ലവർ വറുത്തേക്കണ എണ്ണ തന്നെയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1.5 ടീസ്പൂണോളം ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക്ക് ഞാൻ കുറച്ച് കൂടുതലായിരുന്നു ഇതിനകത്തേക്ക്. അടുത്തത് ഞാൻ ഇടുന്നത് ഒരു പച്ചമുളകാണ്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ഇടേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ഓണിയൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് എൻ്റെ ഉണ്ടാകുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ് ഉണ്ടാകുന്നത് കുറച്ച് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അതിൻ്റെ അകത്തിപ്പം. നമുക്ക് അടുത്തായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബെൽ പെപ്പേഴ്സ് ഇട്ട് കൊടുക്കാം. ബെൽ പെപ്പേഴ്സും ഇതിന്റെ സവാളയൊക്കെ ഒന്ന് സോട്ടായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് സോയ സോസ്. ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് വിനീഗർ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും. ഇതെല്ലാം നമുക്ക് മിക്സ് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്ന ഒരു പിഞ്ച്, അതായത് ഒരു 1/4 ടീസ്പൂണോളം ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഒന്ന് സോട്ട് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടൊമാറ്റോയുടെ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഇനി ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കോൺസ്റ്റാർച്ച്, അതായത് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. തണുത്ത വെള്ളത്തിലാണ് ഞാൻ ഇത് കലക്കിയത്. കട്ട ഉണ്ടായിരിക്കാൻ തണുത്ത വെള്ളത്തിൽ കലക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഞാനൊരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ കോൺസ്റ്റാർച്ച് ഇട്ടേക്കൊണ്ട് ഇതൊന്ന് ഗ്ലേസി ആയിട്ട് കിട്ടും നമുക്ക്. ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ കാണാം ഈ സോസ് തിളച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ എയർ ബബിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് കൊടുക്കാം നല്ലോണം. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോസിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ടു. സംഭവം റെഡിയാണ്, കഴിഞ്ഞു. ഇനി ഇതിന്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി സംഭവമാണ്. വെജിറ്റേറിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ചൈനീസ് ആണ് ആക്ച്വലി. എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ആ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കുന്ന സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. സോ ഇത് എന്തായാലും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.